ഞാനും നമ്മുടെ കോമ്പച്ചേട്ടനും കൂടെ ആ വെള്ളത്തിന്റെ വീഡിയോയിൽ കണ്ട ചേട്ടൻ ഒരു 10 കപ്പ് അരിയും വാങ്ങി കൊടുത്തിട്ട് തിരികെ വരികയായിരുന്നു. വഴി വെച്ച് നമ്മുടെ ഇല്ലച്ചേട്ടനെ കണ്ടു. അബൂബക്കർ ഇല്ല എന്നാണ് പുള്ളിയുടെ ഫുൾ നെയിം. അത് ചുരുക്കി എല്ലാവരും ഇല്ല ഇല്ല എന്ന് വിളിക്കും. പുള്ളിക്കാരൻ എന്നെ കണ്ടുടനെ ഓടി വന്നിട്ട് ചോദിക്കുക, ബോസ്മാൻ മറിയാമ്മ ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഞാൻ ചോദിച്ചു, ഏത് മറിയാമ്മ ചേച്ചി? കെട്ടിയോൻ ഉപേക്ഷിച്ചിട്ട് പോയതാ 2 പിള്ളേരുണ്ട്, ബോസ്മാന് പറ്റുമെങ്കിൽ ഒരു ചെറിയ സഹായം ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഡേ ഞാൻ വലിയ നന്മമരമൊന്നും അല്ല, എനിക്ക് എന്റെ കയ്യിലുള്ള കാശിനനുസരിച്ച് ചെറിയ ചെറിയ സഹായങ്ങളെ ചെയ്യാൻ കഴിയത്തുള്ളൂ. പുള്ളി പറയുക, ചെറിയ സഹായം മതി, എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ നിത്യോപയോഗ സാധനങ്ങളോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. അപ്പൊ നമുക്കൊരു നല്ല കാര്യവും ചെയ്യാം, ബോസ്മാൻ ഒരു വീഡിയോയും എടുക്കാം. അങ്ങനെ ഞാൻ എന്റെ കയ്യിലിരുന്ന കുറച്ച് കാശ് എടുത്ത് പുള്ളിയെ ഏൽപ്പിച്ച്, ഇനി നമുക്ക് നോക്കാം പുള്ളി എന്തൊക്കെയാ വാങ്ങാൻ പോകുന്നത്. പുള്ളി അങ്ങനെ നേരെ എന്നെ വിളിച്ചുകൊണ്ട് ആ ലോക്കൽ മാർക്കറ്റിൽ ചെന്ന് ഒരു ഇത്തിരി അരി എടുത്ത് വായിലിട്ട് ചവച്ചു നോക്കിയിട്ട് പറഞ്ഞു, നല്ല ഒന്നാം തരം പാർബോയിൽഡ് റൈസ് ആണ്, നമുക്ക് ഇതൊരു 5-6 കപ്പ് വാങ്ങാം. പാർബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചാക്കരിയാണ് സംഭവം. ഇവിടെ ഒരു ഇത്തിരി മോഷണമൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ. അതുകൊണ്ട് നേരത്തെ ഞാൻ പൈസയൊക്കെ പുള്ളി അങ്ങ് ഏൽപ്പിച്ചു. ക്യാമറ വല്ലതും തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതാണ് എന്റെ പേര്. ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ അരിയൊന്നും കിലോ കണക്കിനല്ല വെക്കുന്നത്, ഇങ്ങനെ കപ്പിനാണ് കണക്ക്. അരിയൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? അപ്പൊ പുള്ളി പറയാം, ബോസ്മാൻ ഒന്നും മിണ്ടാതെ നിൽക്കും, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഇതേ കുറച്ച് മുളക് വെക്കുന്ന ചേച്ചിയുടെ അടുത്ത് നിന്ന് കുറച്ച് മുളക് വാങ്ങി, പിന്നെ കുറച്ച് ഉള്ളി, പഞ്ചസാര, ചായപ്പൊടി, കുറച്ച് പയറ്, ഇങ്ങനെ ഓരോന്നും ചെറിയ ചെറിയ പാക്കറ്റായിട്ട് വാങ്ങാൻ തുടങ്ങി. എനിക്കപ്പോ ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൽ ഓണക്കിറ്റാണ്. പുള്ളിയുടെ കയ്യിൽ ആ ബോട്ടിൽ ഇരിക്കുന്ന സാധനം കണ്ടോ, അതാണ് പാം ഓയിൽ. ഇവിടെ ഉള്ള ഒരു പാം ഓയിലാണ് എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യുന്നത്. അങ്ങനെ അതും വാങ്ങി ഒരു ചെറിയ ബോട്ടിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എല്ലാ സാധനങ്ങളും വാങ്ങി, പക്ഷെ ഉപ്പ് മാത്രം വാങ്ങിയില്ലല്ലോ? ബോസ്മാൻ, ഉപ്പിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഇതാ ഈ മാഗി മസാലയാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പോയി അവരുടെ കുറെ സീസണിങ് ക്യൂബും കൂടെ എടുത്ത്. എന്നിട്ട് ബോസ്മാൻ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പുള്ളി പോയി ഒരു ഗിഫ്റ്റ് കവറും കുറച്ച് ബിസ്ക്കറ്റും മറ്റു സാധനങ്ങളും ഒക്കെ ആയിട്ട് തിരികെ എത്തി. എന്നിട്ട് എല്ലാ സാധനങ്ങളും കൂടെ ആ ഗിഫ്റ്റ് പാക്കറ്റിലോട്ട് ഇട്ട് ദാ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് അതിന്റെ മേളിൽ അങ്ങ് ഒട്ടിച്ചു വെച്ച്. ചുരുക്കി പറഞ്ഞ പുള്ളി എന്നെ ഞെട്ടിച്ച്. പുള്ളി പോയ വഴിക്ക് അടുത്ത കമ്പ്യൂട്ടർ ഷോപ്പിൽ കയറി ആഫ്രോ മല്ലൂസ് എന്നൊക്കെ പ്രിന്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. Oh boyla, you are so nice. You know how you reach me. സിസറിനോടെ പുള്ളിക്ക് സിസറിന്റെ ഒന്നും ആവശ്യമില്ല, പല്ല് തന്നെ ധാരാളം. Da Joshua. Joshua. Pwede na walo. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് മറിയാമ്മ ചേച്ചി അന്വേഷിച്ച് പോവുകയാണ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, കാരണം ഇവിടെ ഉള്ളവരങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ ഇല്ലച്ചേട്ടൻ പറയുന്നത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് വാന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ മറിയാമ്മ ചേച്ചിക്ക് വീടില്ലെന്നാണ് നമ്മുടെ ഇല്ല പറഞ്ഞത്. ഏതോ ഒരു റിലേറ്റീവിന്റെ പണി തീരാത്ത വീട്ടിൽ താൽക്കാലികമായിട്ട് താമസിക്കുന്നെന്നാണ് പറഞ്ഞത്. 2 പിള്ളേരുണ്ട് നമ്മുടെ മറിയാമ്മ ചേച്ചിക്ക്. ഏതായാലും നമുക്ക് പോയി നോക്കാം എന്താവുമെന്ന്. ഇല്ല, ഗോ സ്ലോലി, സോ ഫാർ. ആ ഒരു വീട് കഴിഞ്ഞ് അപ്പുറത്താന്നൊക്കെ പറയുന്നത്. ഏതായാലും പോയി നോക്കാം. നമ്മളിപ്പോൾ ഒരു കുന്നിന്റെ മണ്ടയിലാണ്. ഇവിടെയുള്ള വീടുകളൊക്കെ ദേ ഇങ്ങനെയാണ് കേട്ടോ, ഷീറ്റൊക്കെ ഇട്ടതാണ് സംഭവം. ഈ പണി തീരാത്ത വീട്ടിലാണ് പുള്ളിക്കാരിയും 2 കുട്ടികളും കൂടെ താമസിക്കുന്നതെന്നാണ് നമ്മുടെ ഇല്ല പറയുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും പുറത്തെങ്ങും ആരെയും കാണുന്നില്ല, ഇനി വന്നത് വെറുതെ ആവും എന്തോ. Hello. Hello. ആ ഉണ്ട് നമ്മുടെ മറിയാമ്മ ചേച്ചി ദേ വരുന്നത്. പാവം പേടിച്ചിരിക്കുവാണെന്ന് തോന്നുന്നേ. ഹായ്, ഔട്ട് ബോഡി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ സംഭവിക്കുന്നതെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല കേട്ടോ. പുള്ളിക്കാരി വളരെ സ്ട്രെസ്സിലാണ് നിന്നത്. പിന്നെ നമ്മുടെ ഇല്ലച്ചേട്ടൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് സംഭവം മനസ്സിലായത്.
ഇതൊരു പണി തീരാത്ത വീടാണ്. ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞത്ര താൽക്കാലികമായിട്ട് ഇതിൽ താമസിച്ചോളാൻ. അങ്ങനെ ഞങ്ങൾ ആ സാധനങ്ങൾ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആ ചേച്ചിയുടെ സന്തോഷം അതൊന്ന് കാണേണ്ടെന്ന് തന്നെയായിരുന്നു. ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് എന്നെ നോക്കി ഓരോ ചിരി. So you get plenty things inside. Yeah? Thank you. Thank you, my brother. Thank you. I really appreciate you. Thank you. Come on, Obi. Thank you. താങ്ക് യു മമ്മ, താങ്ക് യു ടു. ഗോഡ് ബ്ലസ് യു. യാ Mm-hmm. Thank you. I really glad. Thank you. അപ്പോഴേ ജീവിതമാണ്. നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം. Aku boleh rumah.